ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കാണിക്കുന്നത്. ചായയുടെ സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ തൊലിയോട് കൂടിയിട്ട് തന്നെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ചൂട് മാറുന്ന സമയത്ത് ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു മാഷർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ കൈ വെച്ചിട്ട് തന്നെ ഒന്നങ്ങോട്ട് ഉടച്ചെടുത്താൽ മതി. ഉടയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പകുതി സവാള അതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, എല്ലാം നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്ത് ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ഒരു പുളിയും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നോക്കുക, എന്നിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ടൊമാറ്റോ സോസ് കയ്യിലില്ലെങ്കിൽ അപ്പോൾ അതിന് പകരം ഒരു തക്കാളിയുടെ പകുതി ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മളിനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ ആയി കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 5 സ്ലൈസ് ബ്രെഡാണ് ചേർത്തിരിക്കുന്നത്. അത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അതിനനുസരിച്ചുള്ള ബ്രെഡ് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ആ ബ്രെഡിൽ ഉപ്പ് ഉണ്ടാവില്ല, അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ നല്ല മയത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ സിലിണ്ടറിക്കൽ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നടുവിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വടയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ അത് കുറച്ച് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അത് കാണാനും കുറച്ചും കൂടി നന്നാവും, അതുപോലെ കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് മുട്ട അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. മുട്ട താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വക്കൊന്നും പൊട്ടാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എണ്ണയ്ക്ക് ചൂട് കൂടുതലായി കഴിഞ്ഞാൽ പുറം ഭാഗം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കളറൊക്കെ മാറും. പക്ഷേ അതിൻ്റെ ഉള്ളിലെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ടുള്ളതാണെങ്കിലും ഉള്ളിയും അതുപോലെ ഇഞ്ചി അതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. എന്നിട്ട് നല്ലൊരു കളറൊക്കെ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന പച്ചമുളകിൻ്റെയും അതുപോലെ മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. ചൂടാറി കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഉള്ളിൽ പിന്നെ ഉരുളക്കിഴങ്ങും ബ്രെഡും എല്ലാം കൂടിയിട്ടുള്ളതല്ലേ, അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളിപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിയിട്ട് ഒരു 3-4 പീസൊക്കെ ചിലപ്പോൾ ബാക്കിയായിട്ടൊക്കെ വരില്ലേ, അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്